മോർണിംഗ് ജൂൺ 24 മൺഡേ കറണ്ട് അഫയേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പിന്നീട് ലാസ്റ്റ് വീക്കിൽ നമ്മൾ റിവ്യൂ ആണ് ചെയ്തത് കറണ്ട് അഫയേഴ്സിന്റെ. അപ്പൊ ഇന്ന് നമുക്ക് ജൂൺ 24 മൺഡേ, പക്ഷേ പുറത്ത് ഒരു ടെമ്പിളില് സോങ്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് പിന്നെ എന്താ ചെയ്യുന്നത്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യം മൈക്ക് പോംപിയോയുടെ ഇന്ത്യ വിസിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മൈക്ക് പോംപിയോ യുഎസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൈക്ക് പോംപിയോ. അതുപോലെ രവീഷ് കുമാർ, സ്പോക്സ് പേഴ്സൺ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ രവീഷ് കുമാറിന്റെ ഒരു ഫോട്ടോയും ഉണ്ട്. യുഎസിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, മൈനോറിറ്റീസിന് ഇന്ത്യയിൽ വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ അതിനെ റിജക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു ഫോറിൻ കൺട്രിക്ക് ഇന്ത്യയുടെ മറ്റ് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല, ഇത്തരം കാര്യങ്ങളിൽ യുഎസ് അഭിപ്രായം പറയേണ്ടെന്നുള്ള സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. പിന്നീട് IMD ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വളരെ അലാമിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. IMDയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ 38% ഡെഫിസിറ്റ് എന്നാണ്. അപ്പൊ അത് നോർമൽ നമുക്ക് കിട്ടുന്ന മൺസൂണിനെക്കാളും 38% ഡെഫിസിറ്റ് ആണ് ഇപ്പോ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ. അപ്പൊ അത് ഭാവിയിൽ വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും, എസ്പെഷ്യലി ഇൻ ദ അഗ്രികൾച്ചർ ഫീൽഡ് ആൻഡ് ഓൾ. അതുപോലെ ചെന്നൈയിലൊക്കെ വളരെ വലിയ പിന്നീട് വാട്ടർ ഷോർട്ടേജ് ആണെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹിന്ദുവിലൊക്കെ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ വിഷമമുണ്ടാക്കുന്ന ന്യൂസാണ്. പിന്നെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ആമാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷനാണ് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് റോമാണ്, ഇറ്റലിയുടെ ക്യാപിറ്റലായ റോമാണ് FAOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ. അതിന്റെ പുതിയ ഹെഡായിട്ട് ചൈനക്കാരനായ ഒരാൾ ആദ്യമായിട്ട് സെലക്ട് ആയ ഒരു ചൈനക്കാരൻ ആദ്യമായിട്ടാണ് FAO ലീഡ് ചെയ്യുന്നത്. പേര് ക്യു ഡോങ്യു, DONGYU. അതുപോലെ റീസെന്റ് ആയിട്ട് ഒരുപാട് കാലം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാതിരുന്ന ഒരു കൺട്രി ആയിരുന്നു സൗദി അറേബ്യ. ലാസ്റ്റ് ഇയറിൽ അവർ സൗദി അറേബ്യ സ്ത്രീകൾക്ക്, ഫീമെയിൽ ഡ്രൈവേഴ്സിനും ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തു. അപ്പൊ അതിനെക്കുറിച്ചൊരു ന്യൂസും ഹിന്ദുവിന്റെ ബാക്ക് പേജിലുണ്ട്. പിന്നീട് സ്പോർട്സ് പേജിൽ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ന്യൂസ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞ FIH വിമൻ സീരീസ് ഫൈനൽസ് ജപ്പാനുള്ള ഹിരോഷിമയിൽ നടന്ന FIH വിമൻ സീരീസ് ഫൈനൽസ് ഇന്ത്യയുടെ വിമൻ ടീം വിൻ ചെയ്തു. ഇന്ത്യയുടെ വിമൻ ടീം ഹോസ്റ്റ് കൺട്രിയായ ജപ്പാനെ തന്നെ 3-1 തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യയുടെ വിമൻ ടീം ഹിരോഷിമയിൽ നടന്ന FIH വിമൻ സീരീസ് ഫൈനൽസ് വിൻ ചെയ്തത്. പക്ഷെ ആ പ്രോസസ്സിൽ അവർ മറ്റൊരു കാര്യം കൂടെ അച്ചീവ് ചെയ്തു. അതായത് ടോക്കിയോയില് അടുത്ത വർഷം 2020 നടക്കാൻ പോണ ഒളിമ്പിക്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള ക്വാളിഫിക്കേഷൻ അവർ കിട്ടി. അപ്പൊ എന്തായാലും അത് വളരെ സന്തോഷമുള്ള ഒരു ന്യൂസ് ആണ്. പിന്നെ ഇപ്പൊ ഫുട്ബോളിൽ നമ്മളെ ഇന്ത്യയുടെ ലീഗുകൾ 2 എണ്ണമാണുള്ളത്. ഫുട്ബോൾ ലീഗുകൾ ഇന്ത്യയിൽ 2 എണ്ണമാണ്. ഒന്ന് I ലീഗും വേറൊന്ന് ISL-ഉം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL-ഉം I ലീഗുമാണ് ഇന്ത്യയിലെ ഫുട്ബോൾ ലീഗുകൾ. അതിൽ I ലീഗിലെ ചാമ്പ്യന്മാരാണ് ചെന്നൈ സിറ്റി FC. I ലീഗിലെ ചാമ്പ്യന്മാർ ചെന്നൈ സിറ്റി FC ആണ്. പിന്നെ എല്ലാ ദിവസത്തെ പോലെ കോപ്പ അമേരിക്കയെ കുറിച്ചും വിമൻ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ചുമുണ്ട്. കോപ്പ അമേരിക്ക ബ്രസീലിൽ നടക്കുന്നു. അതുപോലെ വിമൻ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫ്രാൻസിൽ നടക്കുന്നു. പിന്നെ വേൾഡിലെ 3rd റാങ്ക്ഡ് ടെന്നീസ് പ്ലെയറായ റോജർ ഫെഡറർ പിന്നീട് ഹാലെ ATP ഇവന്റ് വിൻ ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ഹാലയിൽ നടക്കുന്ന ATP ടെന്നീസ് ടൂർണമെന്റ് ആണ്. ATP ടെന്നീസ് ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത്. അത് റോജർ ഫെഡറർ വിൻ ചെയ്യുന്ന 10th ടൈമാണ്, 10ാം തവണ അത് റോജർ ഫെഡറർ വിൻ ചെയ്തു. ATP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്. മെയിൽ ടെന്നീസ് പ്ലേയേഴ്സിന് റാങ്കിംഗ് കൊടുക്കുന്ന ഏജൻസിയാണ് ATP, അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്. അതുപോലെ മറ്റൊരു വലിയ ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ വേൾഡിലെ നമ്പർ 1 ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ഇത്രയും കാലം ജപ്പാന്റെ നവോമി ഒസാക്ക ആയിരുന്നു. പക്ഷേ ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ ആയ ആഷ്ലെക് ബാർട്ടിയാണ് ഇനി മുതൽ ന്യൂ വേൾഡ് നമ്പർ 1 ഫീമെയിൽ ടെന്നീസ് പ്ലെയർ. ഒരു ഓസ്ട്രേലിയക്കാരിയാണ്. അപ്പൊ ഓസ്ട്രേലിയക്കാരിയായ ആഷ്ലെക് ബാർട്ടി, ASHLEIGH, ആഷ്ലെക് ബാർട്ടി എന്നൊക്കെ വായിക്കാം, ASHLEIGH, BARTI, അവരാണ് വേൾഡിലെ ന്യൂ ഫീമെയിൽ നമ്പർ 1 ടെന്നീസ് പ്ലെയർ. പിന്നീട് ഇപ്പോ
ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന F1 റേസ്, ഫ്രാൻസിൽ വെച്ച് നടന്ന ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന F1 റേസ്, ഫോർമുല 1 റേസ് ലൂയിസ് ഹാമിൽട്ടൺ വിൻ ചെയ്തു. അപ്പൊ ലൂയിസ് ഹാമിൽട്ടൺ തന്നെ വീണ്ടും ലോക ചാമ്പ്യൻ ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഫോർമുല 1 ലൂയിസ് ഹാമിൽട്ടന്റെ ഡോമിനൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരുമില്ല. അപ്പൊ മെഴ്സിഡസ് ടീമിന്റെ ഡ്രൈവറായ ലൂയിസ് ഹാമിൽട്ടൺ ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്തു. പിന്നെ ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു നോൺ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആൾക്കാർക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡുകൾ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുള്ളൂ. ഈ ക്രെഡിറ്റ് കാർഡുകൾ വഴി നമുക്ക് പർച്ചേസസ് നടത്താനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് വഴി നമ്മൾ നടത്തുന്ന പർച്ചേസിന്റെ മണി നമുക്ക് ബാങ്കുകളാണ് പേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അല്ലാതെ നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബാങ്കുകൾ ഒരു ലോൺ പോലെ നമുക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തരാം. ആ ക്രെഡിറ്റ് ലിമിറ്റ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസസ് നടത്താം. ബാങ്കുകൾ പറയുന്ന ഒരു പീരീഡ് ഉണ്ട്, അത് 45 ഡേയ്സ് വരെയാണ് മാക്സിമം എല്ലാ ബാങ്കുകളും കൊടുക്കുന്നത്. ആ പീരീഡ് അകത്ത് വെച്ച് നമ്മൾ ഈ പൈസ റീപേ ചെയ്താൽ മതി. അതിന് ഇൻട്രസ്റ്റ് ഒന്നും ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതല്ല. അപ്പൊ അതാണ് ക്രെഡിറ്റ് കാർഡ്സ്. ഡെബിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളുടെ ATM കാർഡ്സ് ആണ്. നമുക്ക് സാധാ ബാങ്ക് അക്കൗണ്ടുകൾക്കൊപ്പം കിട്ടുന്ന നോർമൽ ATM കാർഡ്സിനെയാണ് ഡെബിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെബിറ്റ് കാർഡ്സ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അക്കൗണ്ടിൽ മണി ഉണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. പിന്നെ സിബിൽ സ്കോറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സിബിൽ CIBIL ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. സിബിൽ CIBIL. സിബിൽ CIBILന്റെ എക്സ്പാൻഷൻ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. CIBIL സിബിൽ എക്സ്പാൻഷൻ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതെന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ്. ഇൻഡിവിജ്വൽസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ആ ലോൺ നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സിബിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു സ്കോർ തരും. അപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ, അതായത് തിരിച്ചടക്കൽ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ സിബിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്കോർ തരും. അതാണ് നമ്മളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ആ സ്കോർ ആയിരിക്കും ഫർദർ ആയിട്ട് നമുക്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടുമ്പോൾ അവര് നോക്കുന്നത്. ആ സിബിൽ സ്കോർ മോശമാണെങ്കിൽ നമുക്ക് മറ്റ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള അർഹത നഷ്ടപ്പെടും. അതാണ് സിബിൽ. അപ്പോ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അത് ഇൻഡിവിജ്വൽസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്നുള്ള ഒരു ഏജൻസിയാണ്. അതുപോലെ GSTN കുറിച്ചൊരു ന്യൂസ് ആണ്. GSTN ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. GSTN അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. GSTN അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായ GSTയുടെ സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് GSTN ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായ GSTയുടെ സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ ആണ് GSTN. അതുപോലെ സാധാരണ നമ്മൾ പേ ചെയ്യുന്ന GST രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് ആ GST പോകുന്നത്. ഒന്ന് CGST, ഒന്ന് SGST. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST, CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ GST. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ മുകളിൽ 18% ടാക്സ് പേ ചെയ്താൽ 18%ൽ 9% CGST എന്നും 9% SGST എന്ന് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അത് സ്റ്റേറ്റ് GST, സെൻട്രൽ GST എന്ന് പറഞ്ഞാൽ ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷേ വേറൊരു GSTയും കൂടെ ഉണ്ട്, IGST. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്റഗ്രേറ്റഡ് GST. IGST അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് GST എന്താണെന്ന് പലർക്കും അറിവുള്ളതല്ല. കാരണം നമ്മൾ ആരും അത് പൊതുവെ പേ ചെയ്യുന്ന GST അല്ല. നമ്മൾ പേ ചെയ്യുന്ന CGST, SGST ആണ്. പക്ഷെ IGST അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാഫിക്കിംഗ് നടക്കുമ്പോഴാണ് IGST പേ ചെയ്യേണ്ടി വരുന്നത്. ഇന്റഗ്രേറ്റഡ് GST, അതായത് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എനിക്കൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ടി വന്നാൽ എനിക്ക് തമിഴ്നാട്ടില് IGST പേ ചെയ്ത് ഒപ്പം തന്നെ ഇ-വേ ബില്ലും ജനറേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പറ്റും. IGST പേ ചെയ്യണം. IGSTക്ക് പുറമെ ഇ-വേ ബിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, small-e-WAY, ഇ-വേ ബിൽ. ഇത് വഴിയാണ് നമ്മൾ ഗുഡ്സ് ട്രാഫിക്കിംഗ് നടത്തുന്നത്. അപ്പൊ IGST ഇന്റഗ്രേറ്റഡ് GST ഫോർ ഗുഡ്സ് ട്രാഫിക്കിംഗ് ഫ്രം അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. IT-AT ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. IT-AT ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ട്രൈബ്യൂണലാണ് IT-AT ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ നോട്ട് ലുക്കിംഗ് ഫോർ വാർ വിത്ത് ഇറാൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം ഇറാനും അമേരിക്കയും തമ്മിൽ വാർ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ US വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രോൺ ഇപ്പോൾ ഇറാൻ വെടിവെച്ച് വീഴ്ത്തി. ഇപ്പൊ സ്വാഭാവികമായിട്ട് അതിനുശേഷം
ആ ഡ്രോണിന് ഏകദേശം 1700 crores വില വരുമെന്നാണ് ഈ ചില പോർട്ടലുകളിൽ ഞാനത് കണ്ടത്. പക്ഷെ അപ്പൊ എന്തായാലും അതിനുശേഷം റീറ്റാലിയേറ്ററി ആയിട്ട് അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകൾ അറ്റാക്ക് ചെയ്യാൻ ഡൊണാൾഡ് ട്രംപ് ആദ്യം ഓർഡർ കൊടുത്തു എന്നാണ് റിപ്പോർട്ട് വന്നത്. പക്ഷെ പിന്നീട് ആ ഓർഡർ പിൻവലിച്ചു. അതിന് കാരണമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രോൺ വെടിവെച്ചിടുക വഴി നമ്മളുടെ US സിവിലിയൻസിനോ അല്ലെങ്കിൽ US സോൾജിയേഴ്സിന്റെ ഒന്നും ലൈഫ്സിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അതിന്റെ പേരിൽ അവിടെ ഇറാനിൽ അറ്റാക്ക് നടത്തിയ ഒത്തിരി ആൾക്കാർ മരിക്കും, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ US ഇറാൻ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ മൈത്രിപാല സിരിസേനയുടെ ഫോട്ടോയുണ്ട്. മൈത്രിപാല സിരിസേന ശ്രീലങ്കയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോയുണ്ട്. മൈത്രിപാല സിരിസേന ശ്രീലങ്കൻ പ്രസിഡന്റ്. പിന്നെ എത്യോപ്യ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എത്യോപ്യയില് ഒരു മിലിറ്ററി കൂപ്പ് വഴി അവിടുത്തെ ഗവൺമെന്റിനെ പുറത്താക്കാൻ അവിടുത്തെ മിലിറ്ററിയുടെ ഒരു ജനറൽ ട്രൈ ചെയ്തു, അയാളെ വെടിവെച്ചു വന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണുള്ളത്. അപ്പൊ എത്യോപ്യയുടെ ക്യാപിറ്റൽ അറിഞ്ഞിരിക്കണം അഡിസ് അബാബ, ADDIS, അഡിസ് അബാബ, ABABA. അഡിസ് അബാബയുടെ എത്യോപ്യയുടെ ക്യാപിറ്റൽ. അതുപോലെ എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോയുണ്ട്. എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ അബി അഹമ്മദ് ആണ്. ABIY, അബി അഹമ്മദ്, AHMED. അബി അഹമ്മദ് ആണ് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ, അറിഞ്ഞിരിക്കുക. അതുപോലെ ഇസ്താംബുൾ എന്ന് പറയുന്ന ഒരു സിറ്റിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇസ്താംബുൾ എന്ന് പറഞ്ഞാൽ ടർക്കിയിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. ടർക്കി യൂറോപ്യൻ കൺട്രിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടർക്കി മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ഒരേ ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ആ ടർക്കിയുടെ ഒരു ഏറ്റവും വലിയ സിറ്റികളിൽ ഒരെണ്ണമാണ് ഇസ്താംബുൾ. ടർക്കിയുടെ പ്രസിഡന്റിന്റെ പേരും ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. ടർക്കിയുടെ പ്രസിഡന്റിന്റെ പേര് റെസെപ് തായിപ്പ് എർഡോഗാൻ എന്നാണ്. RECEP TAYYIP റെസെപ് തായിപ്പ് എർഡോഗാൻ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേജ് നാഷണൽ പേജിലേക്ക് വരുന്നു. നാഷണൽ പേജിലേക്ക് വരുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു പേരാണ് ദിനേശ്വർ ശർമ്മ. ദിനേശ്വർ, DINESHWAR, ദിനേശ്വർ ശർമ്മ. സെൻട്രൽ ഗവൺമെന്റ് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ എന്ന സ്റ്റേറ്റിലേക്കുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ആണ് ദിനേശ്വർ ശർമ്മ. അതായത് കാശ്മീർ ഒരു പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ് ആണ്. അവിടെ വലിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കഷൻസ് നടത്തി അവിടെ പെർമനന്റ് ആയിട്ട് പീസ് തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സിന് മീഡിയേറ്റർ ആണ് ഈ ദിനേശ്വർ ശർമ്മ. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. പിന്നെ സത്യപാൽ മാലിക് അറിയാം, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണറാണ് സത്യപാൽ മാലിക്. പിന്നെ ജി കിഷൻ റെഡ്ഡിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ജി കിഷൻ റെഡ്ഡി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അമിത്ഷാ ആണെന്ന് എല്ലാവർക്കും അറിയാം. അമിത്ഷാ ആണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ. പക്ഷെ അമിത്ഷായ്ക്ക് ഡെപ്യൂട്ടിമാരുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റർ ആണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം ആണ് ജി കിഷൻ റെഡ്ഡി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം. ഈ വർഷം അവസാനം ഇലക്ഷൻ നടക്കാൻ പോണ 3 സ്റ്റേറ്റുകളാണ്. ഇനി വീണ്ടും ഇപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അത് മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് ആണ്. ഈ 3 സ്റ്റേറ്റുകളിലാണ് ഇനി ഇലക്ഷൻ നടക്കാൻ പോണ. 3 സ്റ്റേറ്റുകളും റൂൾ ചെയ്യുന്നത് BJP ആണെന്നൊരു പ്രത്യേകതയുണ്ട്. 3 സ്റ്റേറ്റുകളിലും മെയിൻ മത്സരം നടക്കുന്ന BJPയും കോൺഗ്രസും തമ്മിലാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റിന്റെ പ്രത്യേകത, മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ്. ഇന്ത്യയിലെ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSDP ഉള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. GSDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSDP അല്ലെങ്കിൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ട് ഉള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആണ് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ദേവേന്ദ്ര ഫട്നാവിസ്. ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകൾ പുതുതായിട്ട് ഫോം ചെയ്തിരുന്നത് വാജ്പേയിയുടെ ഗവൺമെന്റിൽ പുതിയ 3 സ്റ്റേറ്റുകൾ ഫോം ചെയ്യപ്പെട്ട ബീഹാറിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഫോം ചെയ്ത സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഹോം സ്റ്റേറ്റും കൂടെയാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയാണ്. ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ രഘുബർ ദാസ് ആണ്. രഘുബർ ദാസ്. അതുപോലെ ഹരിയാന പഞ്ചാബിനെ സ്പ്ലിറ്റ് ചെയ്തുണ്ടാക്കിയ സ്റ്റേറ്റ് ആണ് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും കോമൺ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററാണ് മനോഹർ ലാൽ ഖട്ടർ. ഈ 3 സ്റ്റേറ്റുകളിലും ഇപ്പൊ ഭരിക്കുന്ന BJP ആണ്. അവിടെ 3 ഇലക്ഷൻ ഈ വർഷം അവസാനം നടക്കും. PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി. പിന്നെ ജെറ്റ് എയർവേസിന്റെ ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞാണ് ജെറ്റ് എയർവേസിന്റെ ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സ് സ്റ്റാർട്ട് ചെയ്തു. ജെറ്റ് എയർവേസിന്റെ ഫൗണ്ടർ നരേഷ് ഗോയൽ.
പിന്നെ FATF-നെ കുറിച്ച് ഇപ്പൊ എല്ലാ ദിവസവും മീറ്റിംഗ് ന്യൂസ് ഉണ്ട്. FATF-ന്റെ മീറ്റിംഗ് ഇപ്പൊ ഒർലാൻഡോയിൽ വെച്ച് നടന്നു. USA ഒരു സ്ഥലമാണ് ഒർലാൻഡോ. USA ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് FATF മീറ്റിംഗ് നടന്നു. ORLANDO. അപ്പൊ അതിൽ ഇന്ത്യ പാകിസ്ഥാൻ അഗേൻസ്റ്റ് ആയിട്ട് കുറെ നിലപാടുകളൊക്കെ സ്വീകരിച്ചു. അതിനെ കുറിച്ചാണ് ന്യൂസ്. FATF എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, യുണൈറ്റഡ് നേഷൻസിന്റെ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ്, ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. FATF ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ് FATF. ഇപ്പൊ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ. അതുപോലെ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് അലഹബാദ് ഹൈക്കോർട്ടിലെ ജഡ്ജായ ജസ്റ്റിസ് BN ശുക്ലയെ റിമൂവ് ചെയ്യാൻ, മിസ്കണ്ടക്ടിന്റെ പേരിൽ റിമൂവ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റിനോട് ലെറ്റർ എഴുതി. അപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. ഇപ്പോ ആർക്കാണെന്ന് വെച്ചാൽ രഞ്ജൻ ഗൊഗോയ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയ് ഇപ്പോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. ജസ്റ്റിസ് SN ശുക്ല, അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ്, മിസ്കണ്ടക്ടിന്റെ പേരിൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് SN ശുക്ല. അലഹബാദ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോർട്ടാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യയിലെ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. ഉത്തർപ്രദേശിന്റെ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സന്തോഷ് കുമാർ ഗ്യാങ്വാർ, ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എല്ലാവർക്കും വീട്, ഹൗസസ് ഫോർ ഓൾ അല്ലെങ്കിൽ ഹൗസിംഗ് ഫോർ ഓൾ എന്ന ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ടാർഗറ്റ് 2022 ആണ്. എല്ലാവർക്കും വീട് അല്ലെങ്കിൽ ഹൗസിംഗ് ഫോർ ഓൾ ബൈ 2022. അതിനായിട്ടുള്ള ഗവൺമെന്റ് സ്കീമിന്റെ പേരാണ് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന. PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന. ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ക്ലൗഡ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ക്ലൗഡ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞ ഈ എഡിറ്റോറിയൽ US-ഉം ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ടെൻഷൻസിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. US-ന്റെ ഒരു ഡ്രോൺ ഇപ്പൊ ഇറാൻ വെടിവെച്ച് വീഴ്ത്തി. അപ്പൊ അതിന്റെ പേരിൽ US ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചാണ്, പിന്നെ അതിന് വിത്ഡ്രോ ചെയ്തു. അതിനെ കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറാനും US തമ്മിലുള്ള ഇഷ്യൂസിന്റെ സ്റ്റാർട്ടിംഗ് യഥാർത്ഥത്തിൽ വെറുതെ ട്രംപ് ചെയ്തൊരു പ്രൊവോക്കേഷൻ മൂലമാണ്. വിത്തൗട്ട് എനി റീസൺ ട്രംപ് വിത്ഡ്രൂ ഫ്രം US ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയാൻ പറ്റില്ല. ഇറാനുമായിട്ട് വേൾഡിലെ മേജർ പവേഴ്സ് ഇൻക്ലൂഡിംഗ് US ഉണ്ടാക്കിയിരുന്ന ഒരു ന്യൂക്ലിയർ ഡീലിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. അതാണ് ഇന്നത്തെ ഈ പ്രോബ്ലംസിനെല്ലാം കാരണം. ആ ഒരു മണ്ടൻ ഡിസിഷൻ മൂലമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ ലാക്ലസ്റ്റർ മീറ്റ് എന്നതാണ്. GST കൗൺസിലിന്റെ മീറ്റിംഗ് ഇപ്പൊ കൂടിയിരുന്നെന്ന് ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. GST കൗൺസിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ച് എന്ത് ഡിസിഷൻ എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള കൗൺസിലാണ് GST കൗൺസിൽ. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ. ആ GST കൗൺസിലിന്റെ ഫസ്റ്റ് മീറ്റിംഗ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് നിർമ്മല സീതാരാമൻ ഇപ്പൊ കണ്ടക്ട് ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. ഈ GST ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ് NAA, നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി. അതിന്റെ ടേം നവംബർ 2021 വരെ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി NAA എന്ന് പറഞ്ഞ GSTയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ഏജൻസിയുടെ ടേം 2021 നവംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ILS, the Institute of Life Sciences. അത് അവര് ചിക്കൻ ഗുനിയയ്ക്കുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ് ചിക്കൻ ഗുനിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പിന്നീട് ഒരു ആന്റിബോഡി ഡെവലപ്പ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ് ഭുവനേശ്വറിലാണ് എന്നാണ് തോന്നുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ് എന്ന് പറയുന്നത് ഭുവനേശ്വർ ഒഡീഷയുടെ ക്യാപിറ്റലായ ഭുവനേശ്വറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ്. അവർ ചിക്കൻ ഗുനിയയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള, ചിക്കൻ ഗുനിയ എല്ലാവരും കേട്ടിട്ടുണ്ട്, അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ചിക്കൻ ഗുനിയയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് സക്സസ്ഫുള്ളി ഡെവലപ്പ് ചെയ്തതാണ്. അവന് ഏതെങ്കിലും കമ്പനിയായിട്ട് ചേർന്ന് അത് വാക്സിൻ ആക്കാൻ അവർ തീരുമാനിച്ചു. നന്ദാദേവി ഇന്ത്യയിലൊരു പിന്നീട് എവറസ്റ്റും അല്ലെങ്കിൽ കാഞ്ചൻജംഗയൊക്കെ പോലുള്ള ഒരു മൗണ്ടൻ പീക്കാണ് നന്ദാദേവി. അതെവിടെയാണെന്ന് വെച്ചാല് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസുകൾ. ഇന്നത്തെ എക്കണോമിക് ടൈംസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്കണോമിക് ടൈംസില് ഫ്ലിപ്കാർട്ടിന്റെ സിഇഒയുടെ പേരുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ സിഇഒ കല്യാൺ കൃഷ്ണമൂർത്തിയാണ്. കല്യാൺ കൃഷ്ണമൂർത്തി ഫ്ലിപ്കാർട്ട് സിഇഒ. ഋഷാദ് പ്രേംജി വിപ്രോയുടെ ചെയർമാൻ.
ആകാൻ പോകുന്ന ആൾ, വിപ്രയുടെ ചെയർമാൻ ആകാൻ പോകുന്ന ആളാണ് ഋഷാദ് പ്രേംജി. അതുപോലെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഇപ്പൊ ഇന്ത്യ തോപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീം സ്പോൺസർ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, അറിഞ്ഞിരിക്കുന്നത് അമുലാണ്. ഇന്ത്യൻ കമ്പനിയായ അമുൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസറായ അമുലാണ് അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യ 2 ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങള് പിന്നീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് കണ്ടഹാറിലാണ്. അപ്പോ അഫ്ഗാനിസ്ഥാനിൽ 2 ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഇന്ത്യയാണ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട്, അവർക്ക് നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് ഇന്ത്യയിലാണ്. ഗ്രേറ്റർ നോയിഡയിലും ഡെറാഡൂണിലും അവർക്ക് ഹോം ഗ്രൗണ്ടുകളുണ്ട്. ഗ്രേറ്റർ നോയിഡ എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലാണ്. അവിടെയും ഡെറാഡൂണിലും അഫ്ഗാനിസ്ഥാൻ ടീമിന് കളിക്കാൻ വേണ്ടി ഇന്ത്യ ഹോം ഗ്രൗണ്ട് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി ഇന്ത്യയാണ്. ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ അവരോട് പരാജയത്തിന്റെ ഏകദേശം അടുത്തവരെ എത്തിയിരുന്നു. പക്ഷെ ആ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യ ഇപ്പം മാൽദീവ്സിലും ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മാൽദീവ്സില് മാലി, അവരുടെ ക്യാപിറ്റലായ മാലിക്ക് അടുത്ത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഇപ്പം മാൽദീവ്സിലേക്ക് ഒഫീഷ്യൽ വിസിറ്റ് നടത്തിയപ്പോഴാണ് തീരുമാനിച്ചത്. ആയുഷ്മാൻ ഭാരത് സ്കീമിനെ കുറിച്ച് ഇന്നും ന്യൂസ് ഉണ്ട്. ആയുഷ്മാൻ ഭാരത് സ്കീം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നറിയപ്പെടുന്ന ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നറിയപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അതിന്റെ സിഇഒ ഇന്ദുഭൂഷൺ ആണ്. അതിന്റെ സിഇഒ ഇന്ദുഭൂഷൺ 5 ലക്ഷം രൂപ വരെ BPL ഫാമിലീസിന് പെർ ഇയർ ട്രീറ്റ്മെന്റിന് കൊടുക്കാതെ അതുവഴി. BCIM കോറിഡോർ, ബംഗ്ലാദേശ് ചൈന ഇന്ത്യ മ്യാൻമർ കോറിഡോർ. ബംഗ്ലാദേശ് ചൈന ഇന്ത്യ മ്യാൻമർ ഈ 4 രാജ്യങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണ് BCIM കോറിഡോർ. BCIM ബംഗ്ലാദേശ് ചൈന ഇന്ത്യ മ്യാൻമർ. അമർനാഥ് യാത്ര, അമർനാഥ് യാത്ര എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ അമർനാഥ് കേവിലേക്ക് നടത്തുന്ന പിന്നീട് പിൽഗ്രിമേജ് ആണ് അമർനാഥ് യാത്ര എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി DLF ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. DLF, അതിന്റെ ചെയർമാൻ KP സിംഗ് ആണ്. KP സിംഗ് DLFന്റെ ചെയർമാൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി. അതുപോലെ ഹിന്ദുജ പ്രദേശിന്റെ ബാങ്ക് ആണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഹിന്ദുജ പ്രദേശിന്റെ ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്. അതുപോലെ ഈ ഇടയ്ക്ക് ONGCയിൽ മെർജ് ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വേറൊരു പെട്രോളിയം കമ്പനിയാണ് HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അല്ലെങ്കിൽ ONGC അക്യൂർ ചെയ്തു HPCL, മറക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പെട്രോളിയം കമ്പനിയാണ് ONGC ഗവൺമെന്റിന്റെ. അത് HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അക്യൂർ ചെയ്തു. ONGCയുടെ ചെയർമാൻ ശശി ശങ്കർ ആണ്. ONGCയുടെ ചെയർമാൻ ശശി ശങ്കർ. ഇന്ത്യ $5 ട്രില്യൺ എക്കോണമി ആവാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ 2024. ഇന്ത്യ $5 ട്രില്യൺ എക്കോണമി ആവാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ 2024 ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ എക്കണോമിക് ടൈംസിലെ ന്യൂസുകൾ. മറ്റ് പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.